മേരീസ് ലവ്ലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ 2 റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് ബീട്രൂട്ട് പച്ചടിയും പിന്നൊന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ അച്ചാറും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു മീഡിയം സൈസിനേക്കാൾ ഒരു അല്പം കൂടി വലിയൊരു ബീട്രൂട്ടാണ്. അതിന്റെ സ്കിന്ന് റിമൂവ് ചെയ്ത് എടുക്കാം നമുക്ക്. ഞാനിപ്പോൾ അതിന്റെ സ്കിന്ന് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പച്ചടിക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ട് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് തന്നെ എടുക്കണം. അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാനിതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. നമ്മൾ എടുക്കുന്ന ബീട്രൂട്ടിന്റെ അളവനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ. ഇതിനേക്കാൾ കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് വെള്ളം കുറവേ ചേർക്കാൻ പാടുള്ളൂ. ഇതൊരു 2 കപ്പ് ബീട്രൂട്ട് ഉണ്ടാവും നമ്മളിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ബീട്രൂട്ട് വേകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 കറിവേപ്പിലയും 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരച്ചെടുക്കാം. 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബീട്രൂട്ട് വെന്തോന്ന് നോക്കാം. ബീട്രൂട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ബീട്രൂട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് തയ്യാറാക്കുമ്പോഴും ഇതിലേക്ക് ഒരുപാട് വെള്ളം ചേർക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിന്റെ പച്ചമണം മാറുന്നതുവരെ ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് ചൂടോടെ ചേർത്താല് ഈ തൈരിലേക്ക് ഇപ്പൊ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഈ തൈര് ഞാൻ നല്ല കട്ടിയായതുകൊണ്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തതാണ്. തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മള് തൈര് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാണ്. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. ഉപ്പ് പാകമാണെന്ന് നോക്കുക. ഉപ്പ് പാകമല്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഞാനിതിലേക്ക് അല്പം കൂടെ ഉപ്പ് ചേർക്കുകയാണ്. പച്ചടി ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. ഞാനിവിടെ കടുക് താളിച്ചെടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊടിച്ചതിന് ശേഷം 2 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുത്തതാണ്. ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് പച്ചടിയിലേക്ക് ചേർക്കാം. ഇപ്പൊ ഇത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർക്കാം. ചൂടോടെ ചേർക്കാൻ പാടില്ല. ചൂടോടെ ചേർത്തിട്ടുണ്ടെങ്കിൽ തൈരിലേക്ക് ചൂടുള്ള ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണത്തിനും അതുപോലെ സദ്യക്കൊക്കെ നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് പച്ചടി. ഇനി നമുക്ക് സദ്യക്ക് തയ്യാറാക്കുന്ന നാരങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 500 ഗ്രാം നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അല്പം വലിയ നാരങ്ങയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറിയ നാരങ്ങ എടുത്താലും മതി, അല്ലെങ്കിൽ ഇനി കറി നാരങ്ങ എടുത്താലും മതി. ഞാൻ ഈ നാരങ്ങ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ആദ്യം നമുക്ക് ഈ നാരങ്ങ ഒന്ന് ആവി കയറ്റിയെടുക്കാം. നമ്മുടെ ഇഡലി പാത്രത്തിന്റെ തട്ടിലോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഏത് പാത്രത്തിലോ ഒക്കെ വെച്ചിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് മാത്രം സ്റ്റീം ചെയ്താൽ മതി.
ഇപ്പോൾ ഇത് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും സമയം മാത്രം ഇത് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി നമുക്ക് ഈ നാരങ്ങ ഓരോന്നും എടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ കിച്ചൺ ടവലിലോ തുടച്ച് വെള്ളം എല്ലാം കളഞ്ഞെടുത്ത് വെക്കാം. അല്പം പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിക്കിൾ പെട്ടെന്ന് തന്നെ കേടായി പോകും. ഇനി നമുക്കിത് ഓരോന്നും എടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ടറ്റം ഒന്ന് മുറിച്ച് കളയാം. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ സീഡും കൂടി കളഞ്ഞെടുക്കാം. ഞാൻ ഈ ഒരു വലുപ്പത്തിൽ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നാരങ്ങ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ നാരങ്ങ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇതിൽ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. ഞാനിപ്പോൾ ഇത് 2 മണിക്കൂർ മാത്രമേ മാറ്റി വെക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ 24 hours ഒക്കെ മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വെച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഉപ്പ് നാരങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. പിക്കിൾ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. 6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ അതൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലെണ്ണയിലാണ് ഞാനിവിടെ പിക്കിൾ തയ്യാറാക്കുന്നത്. ഈ ചൂടായ പാനിലേക്ക് അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിക്കിൾ ആയതുകൊണ്ട് അല്പം ഓയിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വന്നാൽ മതി. ഒരുപാടൊന്ന് ചുവപ്പ് കളറിൽ മൂത്ത് വരുമൊന്നും വേണ്ട. ഇപ്പൊ അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടിയൊക്കെ ഇതിലേക്ക് ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഞാനിതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കാശ്മീരി ചില്ലി പൗഡറിന്റെ അളവ് കുറച്ചിട്ട് അല്പം എരിവുള്ള മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്താൽ മതി. മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം, അല്ലെങ്കിൽ എണ്ണയുടെ ചൂടും കൊണ്ട് പൊടി കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഉലുവാപ്പൊടിയും കായപ്പൊടിയുമാണ്. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. ഉലുവ വറുത്ത് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് കായപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പൊടികളൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മുടെ പിക്കിളിന് എത്ര ഗ്രേവി വേണമെന്നനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. ഞാൻ 1/2 കപ്പ് വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ചേർക്കുന്നത്. എന്നാലും ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. നാരങ്ങയിൽ മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയന്റും കൂടിയാണ് ഞാൻ ചേർക്കുന്നത്. നമ്മൾ ഇതിന്റെ ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഷുഗർ ചേർക്കാം. നിങ്ങൾക്ക് ഷുഗർ ചേർക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഷുഗർ നിങ്ങൾക്ക് ചേർക്കേണ്ടത്, നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷെ ഷുഗറും കൂടെ ചേർക്കുമ്പോഴാണ് ഈ നാരങ്ങ അച്ചാറിന്റെ ആ ടേസ്റ്റ് ഒന്ന് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പിക്കിൾ ചേർക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ നാരങ്ങ ആവി കയറ്റി എടുത്തപ്പോൾ പാകത്തിന് വെന്തിട്ടുള്ളതാണ്. നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചക്ക് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഓണത്തിനൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ 2-3 ദിവസം മുമ്പേ തന്നെ ഉണ്ടാക്കി വെക്കുക. ഇപ്പൊ ഈ അച്ചാറിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ഉപ്പ് ചേർക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കുപ്പികളിൽ ഇട്ട് വെക്കാം.
നമ്മൾ ഇട്ട് വെക്കുന്ന കുപ്പി എപ്പോഴും നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം. അല്പം പോലും വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ അച്ചാർ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണിലാണേലും അല്പം പോലും വെള്ളം ഉണ്ടാവരുത്. 2 ദിവസമൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് നാള് കേടാകാതിരിക്കും. ഞാൻ ഇതിലേക്ക് അല്പം കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് അല്പം കുറവായിരുന്നു. അപ്പൊ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ 2 വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.